ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബിൾസ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് നിൽക്കുന്ന നേരത്തിലെ നാട്ടിലേക്ക് പോവുകയാണ്. വീണ്ടും വെക്കേഷൻ വന്നപ്പോൾ നാട്ടിലേക്ക് ഒരു യാത്ര. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറിയ സാധനങ്ങളൊക്കെ വെച്ച് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. അധികം നിൽക്കില്ല. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ എയർപോർട്ടിലെ അതിലെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പിന്നെ എന്താ നമ്മൾ ലഗേജൊക്കെ എടുത്ത് ഉള്ളിലേക്ക് പോവുകയാണ്. ഇത് പുറത്തുള്ള ചെറിയ ചെറിയ കാഴ്ച എപ്പോഴും കാണിച്ചു തരുന്ന പോലെ നമ്മൾ ഉള്ളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തി. ഇത് ചെടിയുടെ ഉള്ളിൽ കല്ലുകൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ശരിക്കുള്ള ചെടിയാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ മണിമണി പോലത്തെ കല്ലുകൾ. അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ വീഡിയോ എടുത്താണ്. ഇനി ഇതിൻ്റെ മേലത്തെ സീലിംഗ് കാര്യങ്ങൾ ഫ്ലവർ ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യം നോക്കി നല്ലൊരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ആണോ തോന്നുന്നത്. ഫ്ലവർ ഇങ്ങനത്തെ മോഡലല്ലേ, നല്ല രസമുണ്ട്. ഇത് അടയും ചെയ്യും, ഇങ്ങനെ വലുതാവും ചെയ്യും. അങ്ങനെ ഞങ്ങളവിടെ ഇരുന്ന സമയമായപ്പോൾ ഫ്ലൈറ്റിൽ കേരള അനൗൺസ്മെൻറ്റ് വന്നു. അങ്ങനെ ഞങ്ങൾ കയറി ഇരുന്നു, നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. അങ്ങനെ നാടെത്തി. ഇനി നമുക്ക് ലഗേജ് എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് വന്ന് കണ്ടില്ലേ, കാറിലിരുന്ന് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഹോട്ടലിൽ കയറി ഞങ്ങളൊരു ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വീട്ടിലെത്തി. അമ്മ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. പിന്നെന്താണ്, നല്ല രാത്രിയായിട്ടാണ് വീട്ടിലെത്തുമ്പോൾ. അമ്മമ്മയും കുട്ടിയും കൂടിയിട്ട് അമ്മമ്മ പറയും എന്നെക്കാട്ടും വലുതായി ഒക്കെ പറയും അച്ഛനോട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇനി നാളത്തെ കാഴ്ചകൾ പിറ്റേ ദിവസത്തെ. അങ്ങനെ ഇപ്പോൾ ഈ കാണുന്നത് ഇവിടെ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടില്ലേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങളുടെ ഇനോഗ്രേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ, മൈച്ചിയുടെ ഇനോഗ്രേഷൻ വന്നതുകൊണ്ട് അവരുടെ പണിയെടുത്ത ആൾക്കാർക്കൊക്കെ ഒരു ട്രീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ട്രീറ്റ് കൊടുക്കുമ്പം എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു, ബിൽഡിങ്ങിന് പണിയെടുത്തിട്ടുള്ളതല്ലേ. അപ്പോൾ അതിലുള്ള കാഴ്ചകളാണ്. അപ്പോൾ കാര്യങ്ങൾ സെറ്റപ്പ് പന്തലൊക്കെ ഇട്ട്. ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലോ നാട്ടിൽ. അപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കൊളാവുമെന്ന് വിചാരിച്ച് ചെറുങ്ങനെ ഒരു പന്തലും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുള്ള സജ്ജീകരണങ്ങളാണ് കാണുന്നത്. പിന്നെ ഞാൻ മാറ്റി ഒരു സാരി എടുത്ത്, സിമ്പിൾ ആൻഡ് ഹമ്പിൾ അങ്ങനെ ഒരു സാരി എടുത്ത്, എന്താ പറയുക, രസമുണ്ടോ സാരി. രാത്രി ഇങ്ങനെ ആൾക്കാർ ഗസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാണ് കേക്ക്. പിന്നെ എടുക്കുന്നതൊക്കെ ആച്ചുട്ടാ, ഞാനെല്ലാം എടുക്കുന്നത്. പിറ്റേ ദിവസത്തെ കാഴ്ചകളൊക്കെ എടുക്കുന്നത് ആച്ചുമോനാണ്. ഇതാണ് ചെറുമൈജി എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരടിപൊളി വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പുളക്കാട്ട് ആർക്കേഡ് ഒക്കെ എഴുതിയിട്ടുള്ളതാണ് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ പേര്. പിന്നെ ഫുഡ് കാര്യങ്ങളും ഇതൊക്കെ എന്താ പറയുക, ബുഫേ സിസ്റ്റം ആയിരുന്നു. പിന്നെ ഗസ്റ്റൊക്കെ വന്ന് അവരായിട്ട് സംസാരിക്കണം. പിന്നെ വരാനുണ്ട്. ഇത് ഇങ്ങനെ ചെറുങ്ങനെ ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയും തോനെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പിന്നെ നമ്മൾ ബിസി ആയിപ്പോയല്ലോ. ഞാൻ ബിസി ആയിപ്പോയപ്പോൾ പിന്നെ മൂപ്പരും ആകെ അവിടെ ഫോണൊക്കെ വെച്ച് കുറേ കഴിഞ്ഞിട്ട് വീണ്ടും എടുത്തിട്ടുള്ളത്. അതിന് പിന്നെ എല്ലാവരും വന്നിങ്ങനെ തുടങ്ങിയപ്പോഴത്തെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളുടെ സന്തോഷം അറിയിച്ച് എന്താ പറയുക, നല്ല ഹാപ്പി ആയിരുന്നു.